അപ്പോൾ ആദ്യം ഭക്ഷണ വിതരണം എത്ര മണിക്കാണ് തുടങ്ങുക? നമ്മൾ ഇറക്കറി കഴിഞ്ഞിട്ട് കൊടുക്കല്. അപ്പോൾ അതിൻ്റെ നേരത്തെ കുറച്ച് സാധനങ്ങളായി എല്ലാം പേക്ക് ചെയ്ത് കൊടുക്കും. പാക്കിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ തങ്ങാളും മറ്റുള്ളവരും വരുമ്പോഴത്തേക്കും ഓരോന്നും കത്തന്തോരൊക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആ പരിപാടിയുടെ കഴിയുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? കണ്ണൂർ തങ്ങള്, പിന്നെ കുത്തുപോയ തങ്ങള്, പിന്നെ നമ്മളെ ഇവിടുത്തെ ഉമ്മർ ഖത്തീബ്, അതേമാതിരി തന്നെ ഹൈദ്രോസ് പള്ളിയിലെ തെജീബ് ഉസ്താദ് ഖത്തീബ് തന്നെ, പിന്നെ മുദരീസ്, അങ്ങനെ പറയപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്നു. അപ്പോൾ ഹൈറായിട്ട് കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 10,000 പങ്കെടുക്കുന്ന വിവിധ 45ാമത്തെ ആണ്ട് നേർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇതെല്ലാം നമ്മൾ ഒരു 5,000 ആൾക്കുള്ള ഭക്ഷണങ്ങൾ രാത്രി വരുന്നവർക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. നാളെ ഓരോരുത്തരും ഓരോ പാത്രം കൊണ്ടുവരുന്ന ആളുകൾക്ക് ഓരോരുത്തരും ഓരോ പാത്രത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മൗലൂദ് കഴിഞ്ഞ് ഭക്ഷണം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ വൈകിട്ട് 5 മണി വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ അത് പോരായിക വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 4 ചെമ്പ് എന്ത് ചെയ്യും, ദമ്മിട്ട് വെക്കും. അപ്പോൾ വരുന്നവർക്ക് വീണ്ടും അത് കൊടുത്തുകൊണ്ടിരിക്കും. ആരും നിരാശപ്പെട്ട് മുനമ്പത്ത് വീവിലെ ആണ്ട് നേരത്തേക്ക് പോയിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയാൻ്റെ കരിവിടെ വരാൻ പാടില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത്. പിന്നെ അങ്ങനെ വീട്ടി ഫാറൂഖ് എന്ന് പറഞ്ഞ കുട്ടി ഇതിന്റെ രംഗത്തുണ്ട്. മറ്റുള്ളവർ നേതൃത്വം വഹിക്കാൻ അതുണ്ട്. കമ്മിറ്റി ഭാരവാഹികളുണ്ട്. പിന്നെ ഞങ്ങളെ ഒരു നാട്ടിലുള്ള ഒരു സാവു എന്ന് പറഞ്ഞ അത് ഇവിടെ ഞങ്ങൾക്ക് വണ്ടി ഓൻ്റെ ഫ്രീ ആയിട്ട് ആണ്ട് നേർച്ചയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അത് ഉണ്ട്. അങ്ങനെ നാട്ടുകാർ മൊത്തത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ഇതിലും ഉണ്ടാവുമല്ലോ ഒരു അല്ലറ ചില്ലറ ഒരു ചെറിയത് അതല്ലാത്തതുണ്ടാവും. ചേരാത്തത് എന്ന് പറഞ്ഞില്ല. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലും ഉണ്ടല്ലോ. ഈ നമ്മള് അഹ്ലു സുന്നത്തിൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്നവര് ഇവിടെ പല സംഘടനകളും നമ്മള് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവരും മൗലൂദ് കഴിക്കുമ്പോ അത് സിർക്കാന്ന് പറഞ്ഞവരും അങ്ങനെ കുറെ കിറുക്കന്മാരും ഉണ്ട്. മനസ്സിലായി? അങ്ങനെ മുജാഹിദിന് പെട്ടിട്ടുള്ള ആളുകൾ കുറച്ചുണ്ട്. അവർക്കിത് വിശ്വാസമില്ല. പെരിമ്പടപ്പ് പുത്തമ്പള്ളി ഉമർ ഹാജർ ഇപ്പം അവിടെ ആണ്ട് നേരത്തെ പുതുവന്നാനി മുനമ്പത്ത് വീതി അതില്ല. അവരതിനോടുള്ള ബന്ധമില്ല. അപ്പൊ അത് നമ്മളതല്ല. ഇത് 45ാമത്തെ കൊല്ലം കഴിഞ്ഞുള്ള ആണ്ട് നേർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മളത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി കാര്യങ്ങൾ ഭംഗി വരെ വരെ നടന്നു പോയിട്ടുണ്ട്. ഇനിയുള്ളതും അതേ രൂപത്തിൽ ഭംഗിയായിട്ട് പോകാനുള്ള അതിനുള്ള എല്ലാ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും അവിടെ കൂടി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മുനമ്പത്ത് വീതിലെ ആണ്ട് നേർച്ചയാണ്. അതെല്ലാവരുടെ പിന്തുണയോട് കൂടിയിട്ട് അൽഹംദുലില്ലാ അള്ളാഹു തആല അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരും എല്ലാ മാലിന്യങ്ങളും എല്ലാവരും സജീവമായിട്ട് അവർ ഇതിനോട് അനുബന്ധിച്ച് പങ്കെടുക്കുന്നു. ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങളുടെ വീഡിയോ ഇവിടെ വന്ന് എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ വിഷ്വലൈസ് ചെയ്തിരുന്നു. അതായത് ഇന്ന നേർച്ച ദിവസമാണ്, നേർച്ച ഈ ദിവസമാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഉള്ളിലുള്ള ആൾ ഉണ്ടായിരുന്നു, ഒരു ഉസ്താദുണ്ട്. മൂപ്പര കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടുത്തെ ചരിത്രം ഒരു ലഘുവായിട്ടൊരു 8 മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഒരു വീഡിയോ ഇതുകൂടി നാളെ വിഷ്വലൈസ് ആയിട്ട് വരും. എൻ്റെ ചാനലിൽ വിസാന കോളേജ് കേട്ടിട്ടുണ്ടോ? ഗ്രേസ് വാലി തിപ്പറ്റ വിസാന കോളേജ് ആ മജ്‌ലിസ് എൻ്റെ വീടിൻ്റെ മുന്നിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ മജ്‌ലിസ് ഉണ്ട്. രാവിലെ സുബഹി നമസ്കാരാനന്തരമാണ് മജ്‌ലിസ് നടക്കുന്നത്. ധാരാളം പേര് പങ്കെടുക്കുന്ന മജ്‌ലിസാണ്. അവിടെയാണ് ഞാനിപ്പോൾ നിലവിൽ താമസിച്ചു വരുന്നത്. എൻ്റെ ചാനൽ കൂടുതൽ കാലമൊന്നും ആയില്ല, കുറച്ച് കാലമേ ഉള്ളൂ. എങ്കിലും 700 ചാനൽ എത്രയും പെട്ടെന്ന് വളർന്നു പന്തലിക്കട്ടെ. അത് ഒരു ഗുണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് ഹാജ അജ്മീരുടെ പേരിൽ മലബാറിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെടുക്കണം, പാവങ്ങൾക്ക് ചികിത്സിക്കാം. അതിനുള്ള വരുമാനമാണ് എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം. കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കാര്യം നിറവേറ്റാൻ, കാരണം ആർക്കും കഴിയാതെ പോയ ഒരു കാര്യമാണ്. ഇവിടുത്തെ സാധു ജനങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒരു ഇടവുമില്ല. അവർ ഗൾഫിലൊക്കെ സമ്പാദിച്ച് മുഴുവൻ തുലയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചികിത്സയും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ആമീൻ.
ദഫിൻ്റെ ഇതിന്റെ മൊത്തം ഏത് ഈ പച്ച ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ അപ്പോൾ ഭക്ഷണ ചുമതലയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞോണ്ടായില്ലല്ലോ, പുറത്തുള്ളവർ പറയുന്നത്. അത് പറയും. അതല്ല, മൊത്തം എത്ര കിൻഡൽ അരിയാണ് സാധാരണ അവിടെ ചോദിച്ചാൽ ഹൈദർക്ക, നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ചുമതല നിങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ എത്ര കിൻഡൽ അരിയായിരിക്കും പൊതുവെ നേർച്ചയ്ക്ക് വേവല്? 10 കിൻഡൽ. ഇറച്ചിയോ? 4 കിൻഡൽ. പിന്നെ വീണ്ടും ഇറച്ചി വരുമായിരിക്കും 400 കിലോ. ആടും പോത്തും ഒക്കെ ഉണ്ടാവും അല്ലേ? ശരി. അത് നാളെ എത്ര മണി വരെയാണ് എൻ്റെ സമയം? 2 മണി വരെ. ഓക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തം ഭക്ഷണ ചുമതല. ഓക്കെ. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ് നന്നായ രൂപത്തിൽ കാര്യങ്ങൾ നിറവേറ്റട്ടെ. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ ചങ്ങരകുളത്താണ് വീട്. നിങ്ങളുടെ കാറ്ററിങ്ങിൻ്റെ പേരെന്താണ്? എന്താണ്? ചങ്ങരകുളം തരിയത്ത് കാറ്ററിംഗ്. തരിയത്ത് കാറ്ററിംഗ്, ചങ്ങരംകുളം. ഓ